കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്കോണമിക് ഡേറ്റയാണ് വിവിധ ഓട്ടോമൊബൈൽ കമ്പനികളുടെ ഫെബ്രുവരി മാസത്തെ സെയിൽസ് ഡേറ്റ. സെയിൽസ് ഡേറ്റയിൽ ഓവറാൾ ഓട്ടോമൊബൈൽ കമ്പനികൾ മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും ടാറ്റ മോട്ടോഴ്സിൻ്റെയും ഹ്യുണ്ടായി മോട്ടോഴ്സിൻ്റെയും പെർഫോമൻസ് വളരെ മോശമാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ടാറ്റ മോട്ടോഴ്സ് 4% ഇടിഞ്ഞ് 620 എന്ന 52 വീക്ക് ലോയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. ആദ്യം തന്നെ ഓട്ടോമൊബൈൽ കമ്പനികളുടെ സെയിൽസ് ഡേറ്റയിലേക്ക് കടക്കാം. ആദ്യം ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 8% ഇടിഞ്ഞു 86,406 യൂണിറ്റിൽ നിന്നും 79,344 യൂണിറ്റിലേക്കാണ് സെയിൽസ് ഇടിഞ്ഞിരിക്കുന്നത്. ഡൊമസ്റ്റിക് വെഹിക്കിൾ സെയിൽസ് 9% ഇടിഞ്ഞ് 84,834 യൂണിറ്റിൽ നിന്നും 77,232 യൂണിറ്റിലേക്ക് ഇടിഞ്ഞു. ഓവറാൾ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് 9% ഇടിഞ്ഞ് 51,321 യൂണിറ്റിൽ നിന്നും 46,833 യൂണിറ്റിലേക്ക് ഇടിഞ്ഞു. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെയിൽസ് 7% ഇടിഞ്ഞ് 30,085 യൂണിറ്റിൽ നിന്നും 32,533 യൂണിറ്റിലേക്ക് എത്തുകയും ഡൊമസ്റ്റിക് സെയിൽസ് 8% ഇടിഞ്ഞ് 30,737 യൂണിറ്റിലേക്ക് എത്തുകയും ചെയ്തു. മീഡിയം ആൻഡ് ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസിലും ഇടിവ് വന്നിട്ടുണ്ട്. 16,227 യൂണിറ്റിൽ നിന്നും 15,940 യൂണിറ്റിലേക്കാണ് മീഡിയം ആൻഡ് ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസിൽ വന്നിരിക്കുന്ന ഇടിവ്. സ്മാൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആൻഡ് പിക്കപ്സിൻ്റെ സെയിൽസിലും 20% ഇടിവ് വന്നിട്ടുണ്ട്. ഓവറാൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ പെർഫോമൻസ് വളരെ മോശമാണ്. കൂടാതെ മറ്റുള്ള ഓട്ടോമൊബൈൽ കമ്പനികളുടെ പെർഫോമൻസ് കൂടി ഒന്ന് അനാലിസിസ് ചെയ്യാം. കിയ മോട്ടോഴ്സിൻ്റെ സെയിൽസ് 24% വർദ്ധിച്ചിട്ടുണ്ട്. 20,200 യൂണിറ്റിൽ നിന്നും 25,026 യൂണിറ്റിലേക്ക് സെയിൽസ് ഉയർന്നു. കമ്പനി പുതിയതായി ലോഞ്ച് ചെയ്ത കോമ്പാക്റ്റ് SUV സൈറോസിൻ്റെ 5,425 യൂണിറ്റ് സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ 20,000-ലധികം ബുക്കിംഗ് സൈറോസിന് ലഭിക്കുകയും ചെയ്തു. JSW MG മോട്ടോഴ്സിൻ്റെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 16% വർദ്ധിച്ച് 4,261 യൂണിറ്റിൽ നിന്നും 4,956 യൂണിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം ഹോൾസെയിൽ സെയിൽസ് 4,595 നിന്നും 4,002 യൂണിറ്റിലേക്ക് ഇടിഞ്ഞു. ഇലക്ട്രിക് വെഹിക്കിൾ സെയിൽസിൽ തന്നെയാണ് 78% റവന്യൂവും കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ടൊയോറ്റ കിർലോസ്കറിൻ്റെ സെയിൽസ് 13% വർദ്ധിച്ചിട്ടുണ്ട്. 25,220 യൂണിറ്റിൽ നിന്നും 28,414 യൂണിറ്റിലേക്കാണ് സെയിൽസ് ഉയർന്നിരിക്കുന്നത്. കൂടാതെ MPV SUV സെഗ്മെൻറ്റിലും കമ്പനിയുടെ ഒരു പ്രധാന ഗ്രോത്ത് ഡ്രൈവറായി പ്രവർത്തിക്കുകയും 68% സെയിൽസ് ഈ സെഗ്മെൻറ്റിൽ നിന്നും കമ്പനി ജനറേറ്റ് ചെയ്യുകയും ചെയ്തു. മാരുതി സുസുക്കിയുടെ സെയിൽസും മാർജിനലി ഉയർന്നിട്ടുണ്ട്. 1,97,471 യൂണിറ്റിൽ നിന്നും 1,99,400 യൂണിറ്റിലേക്കാണ് സെയിൽസ് ഉയർന്നിരിക്കുന്നത്. ഡൊമസ്റ്റിക് വെഹിക്കിൾ സെയിൽസ് 1,60,791 യൂണിറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കോമ്പാക്റ്റ് കാർ സെഗ്മെൻറ്റിലെ സെയിൽസ് 65,033 യൂണിറ്റായി ഉയർന്നു. അതേസമയം മാരുതി സുസുക്കിയുടെ എക്സ്പോർട്ട് 28,927 യൂണിറ്റിൽ നിന്നും 25,021 യൂണിറ്റിലേക്ക് ഇടിഞ്ഞു. ടാറ്റ മോട്ടോഴ്സിന് ശേഷം മോശം പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് ഹ്യുണ്ടായി മോട്ടോഴ്സാണ്. ഹ്യുണ്ടായി മോട്ടോഴ്സിൻ്റെ സെയിൽസ് 3% ഇടിഞ്ഞു 60,501 യൂണിറ്റിൽ നിന്നും 58,727 യൂണിറ്റിലേക്കാണ് സെയിൽസ് ഇടിഞ്ഞിരിക്കുന്നത്. എക്സ്പോർട്ട് 10,300 യൂണിറ്റിൽ നിന്നും 11,000 യൂണിറ്റിലേക്ക് ഉയർന്നിട്ടുണ്ട്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ സെയിൽസ് മികച്ചതാണ്. ഇയർ ഓൺ ഇയറിൽ 15% വർധനവുണ്ടായി. 72,923 യൂണിറ്റിൽ നിന്നും 83,702 യൂണിറ്റിലേക്ക് സെയിൽസ് ഉയർന്നിട്ടുണ്ട്. എക്സ്പോർട്ട് 99% വർദ്ധിച്ച് 1,539 യൂണിറ്റിൽ നിന്നും 3,061 യൂണിറ്റിലേക്ക് എത്തി. TVS മോട്ടോഴ്സിൻ്റെ സെയിൽസിലും റോയൽ എൻഫീൽഡിൻ്റെ സെയിൽസിലും വർധനവുണ്ടായിട്ടുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ സെയിൽസ് 19% വർദ്ധിച്ച് 75,935 യൂണിറ്റിൽ നിന്നും 90,670 യൂണിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് സെയിൽസ് 19% വർദ്ധിച്ച് 67,922 യൂണിറ്റിൽ നിന്നും 80,799 യൂണിറ്റിലേക്ക് എത്തി. TVS മോട്ടോഴ്സിൻ്റെ സെയിൽസ് 10% വർദ്ധിച്ച് 3,68,424 നിന്നും 4,03,976 യൂണിറ്റിലേക്ക് എത്തുകയും ചെയ്തു. ഇനി തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഓട്ടോമൊബൈൽ സെക്ടറിലെ എല്ലാ സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും അമേരിക്ക 25% ഇമ്പോർട്ട് ടാക്സ് ഏർപ്പെടുത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഓട്ടോമൊബൈൽ സെക്ടറിലെ പല സ്റ്റോക്കുകളും അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സെക്ടർ തന്നെ മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇതിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെയും ഹ്യുണ്ടായി മോട്ടോഴ്സിൻ്റെയും ഡൊമസ്റ്റിക് സെയിൽസ് ഡേറ്റ കൂടി മോശമായതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് സ്റ്റോക്കുകളെ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം 580 ഇനിയുള്ള പ്രധാന സപ്പോർട്ട്. 580 എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ സ്റ്റോക്ക് ചിലപ്പോൾ 500 എന്ന റീജിയനിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ഹ്യുണ്ടായി മോട്ടോഴ്സ് ആണ്. ഹ്യുണ്ടായി മോട്ടോഴ്സ് 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1,600 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്